ഹരി ഓം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ ജൂലൈ മാസത്തിലേക്ക് കിടക്കുകയാണല്ലേ. അപ്പം ഈ ഒരു ജൂലൈ മാസം 2026 നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണേ ലഗ്നക്കാർക്കും കൂടി കാണാവുന്ന രീതിയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ നിങ്ങളുടെ രാശിയാണോ ലഗ്നമാണോ ഏതാണെങ്കിലും ആ രാശിയുടെ വീഡിയോ എടുത്ത് കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും പ്രിഡിക്ഷൻസ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ യൂട്യൂബിലെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലെ കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ധനുരാശി അല്ലേ. ധനുരാശി മാത്രമല്ല ധനു ലഗ്നക്കാർക്കും ഈ വീഡിയോ കാണാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചോളം ജോലി, ബിസിനസ്, സാമ്പത്തിക അവസ്ഥ, ഫാമിലി, അതേപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ, അതുപോലെ തന്നെ സീനിയേഴ്സ്. ഓക്കെ, കാരണം ധനുരാശി വിളിക്കുന്ന കുറേ ആളുകൾ സീനിയേഴ്സിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് സീനിയേഴ്സിൻ്റെ കാര്യം കൊണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ധനുരാശിയിൽ കേട്ടോ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു ജൂലൈ മാസം ഇങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 8ാം ഭാവത്തിലാണ് ഈ വ്യാഴം നിൽക്കുക എന്ന് പറയാം. 7 ബുധൻ, 6 കുജൻ, 4 ശനി. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, അത് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാം. എന്നിരിക്കുന്ന തടസ്സങ്ങൾ ഉണ്ടാകുന്നൊന്നും ചെയ്യാതിരിക്കണം. നിങ്ങൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന സമയം തന്നെയാണ്. പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും കുറച്ച് വൈകിട്ടെങ്കിലും പരിശ്രമത്തിന് എന്താണ് പ്രതിഫലം കിട്ടുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ എന്തൊക്കെയുണ്ട്, നമ്മുടെ അറിവുണ്ട്, നമ്മുടെ നോളജ് ഉണ്ട്, നമ്മുടെ ചിന്തകളുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു കാര്യം ഇപ്പോൾ ജോലി വേണമെങ്കിൽ ചെറിയ റെക്കമെൻഡേഷൻ്റെ ആവശ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് കാര്യങ്ങളിലും മറ്റുള്ള ആളുടെ ഒരു പിന്തുണ നമുക്ക് ആവശ്യമായി വേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഈ ഒരു ടൈമിലുണ്ടാകും. സോ അത് എടുക്കുന്നതുകൊണ്ട്, മറ്റുള്ള സഹായങ്ങൾ നിങ്ങൾ എടുക്കുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചില സാഹചര്യങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ മറ്റുള്ളവരുടെ സഹായം കൂടി എടുക്കുന്നത് വേറെ പ്രശ്നമുള്ള കേസുകളൊന്നുമല്ല. സോ ആ സഹായങ്ങളൊക്കെ എടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രഹങ്ങളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളെ പിന്തുണയ്ക്കുന്നൊരവസ്ഥയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും ബിസിനസ് കാര്യങ്ങൾക്കായാലും സാമ്പത്തികമായ ഇടപാടുകളിലായാലും നമ്മൾ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും. സോ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ് ധനുരാശിക്കാരും ധനുലഗ്നക്കാരും എന്ന് പറയുന്നത്. അടുത്ത പ്രധാനമായിട്ട് നമ്മൾ ആ കുടുംബം അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ വിവാഹത്തെക്കുറിച്ചൊക്കെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശുക്രനും കേതും കൂടി ഒന്നിരിക്കുന്ന സമയമാണ്. സോ കല്യാണം ഒന്നും പെട്ടെന്ന് നമ്മൾ നടക്കുന്ന സാഹചര്യമൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. പ്രണയങ്ങളെ തമ്മിൽ നോക്കിയാലും പ്രണയ ജീവിതത്തിനിടയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യുന്ന സമയമാണ്. നമ്മൾ പറയുന്നതിന് നേരെ വിപരീതമായ ഫലം അല്ലെങ്കിൽ വിപരീതമായ രീതിയിൽ നമ്മുടെ പങ്കാളി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് കുടുംബജീവിതത്തിലായാലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും പ്രണയങ്ങൾ തമ്മിലായാലും ഒരു ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന പോലെ അവരും, അവർ പറയുന്ന പോലെ നമ്മളും എന്ത് ചെയ്യില്ല, മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു പ്രശ്നം ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു മാസം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഈ ഒരു കാര്യം നിങ്ങളുടെ പങ്കാളിക്കും കൂടി ഒന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. അതായത് നിങ്ങളുടെ പങ്കാളിക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്താൽ അത് നല്ലതായിരിക്കും. കാരണം പരസ്പരം ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്യൂസിന് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും ഈ ഒരു മാസം കൊണ്ടാണ്. എന്നാൽ ഇതൊരു അഡ്വാൻസ് ആയിട്ട് എടുക്കുകയും ചെയ്യേണ്ട. നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിനൊരു ശുദ്ധി അല്ലെങ്കിൽ ഒരു പരിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു കാര്യം കൊണ്ടൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. സോ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ഒന്ന് ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ ഉണ്ടാവാനും ചിലവരെ സംബന്ധിച്ച് ധനുരാശിയിലെ ലഗ്നക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്ന് വീട് വിട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ പറയാവുന്നൊരു സാഹചര്യമാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ഡൂപ്പർ എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ. എന്നിരിക്കലും വിഷമിക്കുകയോ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കര ഡിമോട്ടിവേഷനായി പോവുകയോ ചെയ്യരുത്. നമുക്ക് ഈ ഒരു ടൈം സിറ്റുവേഷൻ ശരിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരീക്ഷണ കാലമായിട്ട് നിങ്ങൾ എടുക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുന്നത്. സോ കുറച്ച് ഹാർഡ് വർക്ക് കൂടുതലായിട്ട് വേണ്ടി വരും. വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം 8ലും 7 സൂര്യനും ബുധനും കൂടി. സോ നമുക്ക് പരിശ്രമങ്ങൾ വീണ്ടും എടുക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോവുക, പരിശ്രമം നന്നായി എടുക്കുക, എന്ത് വന്നാലും മുമ്പോട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. എന്ത് ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ മുമ്പിൽ വന്നാലും കൃത്യമായിട്ടുള്ള പരിശ്രമം നമുക്ക് ആവശ്യമാണ് മുമ്പോട്ട് പോകണമെങ്കിൽ. സോ ഈ ചലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് എന്ത് ചെയ്യുക, കോൺഫിഡൻസോടെ ധൈര്യത്തോടെ
ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കേട്ടോ. സോ വിജയം നമുക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയില്ല. ഈസി ഗോയിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വിജയങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8ാം ഭാവത്തിലാണ് വ്യാഴം, 4 ശനി, 6 കുജൻ, 7 സൂര്യൻ. സോ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ചെറിയ ഇഷ്യൂ വന്നാൽ പോലും കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് കൺസൾട്ടനെ കണ്ടിട്ട്, വൈദ്യനെ കണ്ടിട്ട്, ഡോക്ടറിനെ കണ്ടിട്ട് ഔഷധങ്ങളൊക്കെ സേവിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഔഷധങ്ങളപ്പം നമ്മൾ ആയുർവേദം മാത്രമല്ല, ഇംഗ്ലീഷോ ഹോമിയോപ്പതി, നിങ്ങൾക്ക് ഏതാണ് വിശ്വാസം അത് നിങ്ങൾ കൃത്യമായിട്ട് സേവിക്കുന്നതൊക്കെ നല്ലതാണ്. ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രോപ്പർ കൺസൾട്ടനെ കണ്ട് തന്നെ മരുന്ന് വാങ്ങാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചിലവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ നമ്മൾ മേടിക്കില്ല. നമ്മുടെ വീട്ടിൽ മറ്റൊരാൾക്ക് വന്നാൽ പെട്ടെന്ന് മരുന്നുകളൊക്കെ മേടിക്കുന്ന സാഹചര്യമായിരിക്കും. പക്ഷെ എന്നിരിക്കലും ഈ ഒരു മാസം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ അത് പോയി മരുന്ന് വാങ്ങി അതിനുള്ള പ്രതിവിധികൾ ചെയ്യുക കേട്ടോ. മരുന്നുകൾ സേവിക്കുക, റെസ്റ്റ് റെസ്റ്റ് എടുക്കുക. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത സീനിയേഴ്സ്, മുതിർന്ന ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ മാത്രം മുന്നോട്ട് പോവുക. ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങാതിരിക്കുക. നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് തന്നെയായിരിക്കും ഉത്തമം എന്ന് പറയുന്നാൽ ആരുമായിട്ട് ഈ പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് ധനുരാശിയും ധനുരത്നക്കാരുടെയും ഫലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് ഈ ഒരു ജൂലൈ മാസത്തിലെ നമ്മുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പേരും നക്ഷത്രം താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിന് നിങ്ങളുടെ പേരും നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ഒരു മാസഫലം കാണുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു ഗോചര ഫലം മാത്രമാണ്, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളോ ഒന്നും അല്ല നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുള്ള ബോധം നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടല്ലേ. അതേപോലെ നമുക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് നമ്മളെ പെറ്റിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രത്നത്തിൻ്റെയും കൂടി ഫലം എടുത്ത് കാണുക. അതായത് ചന്ദ്ര വെച്ച് മാത്രം ചിന്തിക്കുക, അതായത് രാശി മാത്രം നിങ്ങളുടെ നക്ഷത്രം വെച്ചിട്ടുള്ള കൂറ് അനുസരപ്പെടുത്തി മാത്രം കാണാതെ നമ്മുടെ ജനിച്ച ലഗ്നം അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ ഏത് ലഗ്നത്തിലാണോ നാം ജനിച്ചത്, ഇനി അറിയില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ല എന്ന് എഴുതിയിട്ടുണ്ടാവും, അത് ഏത് രാശിയിലാണ് നിൽക്കുന്നത് അതാണ് നമ്മുടെ ജന്മലഗ്നം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജന്മലഗ്നം വെച്ചുള്ള ഫലവും കൂടി ഗോചരഫലം കാണുന്നത് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ പ്രഡിക്ഷനുമായിട്ടൊന്ന് അക്യൂറേറ്റ് ആയി വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ജന്മരാശിയുടെയും അതുപോലെ ജന്മലഗ്നത്തിൻ്റെയും കൂടി ഫലം എന്ത് ചെയ്യുക കാണുന്നത്. നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണം ആ ഒരു ടൈം എടുത്ത്, അതേപോലെ തന്നെ കമ്പൈൻഡ് റിസൾട്ടായിട്ട് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെപ്പറേറ്റ് 2 വീഡിയോ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് രാശിയിലാണ് ജനിച്ചത് ആ രാശിയുടെ വീഡിയോയും ഏത് ലഗ്നത്തിലാണ് കാണുന്നത് ആ ലഗ്നത്തിൻ്റെ വീഡിയോയും മാത്രം കണ്ടാൽ മതി. എന്നിട്ട് ആ ഒരു ഫലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അക്യുറേറ്റുള്ള കാര്യങ്ങൾ കിട്ടും. മോർ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മുടെ തന്നെ അക്യുറേറ്റായിട്ടുള്ള പ്രഡിക്ഷൻസിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള റീഡിങ് ആവശ്യമാണ് കേട്ടോ. പക്ഷേ നമ്മൾ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഏത് ദശയാണ് നടക്കുന്നത്, അതിൻ്റെ അപകാരം ഏതാണ്, നമുക്ക് ആ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ വിശദമായിട്ടുള്ള കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ചർച്ച ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ ചിന്തിച്ച് മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു പെറ്റിഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നമുക്ക് ഒരു പൊതുഫലമായിട്ട് ഇരുന്നിട്ട് അത് മൊത്തം എല്ലാവരിലേക്കും അത് കറക്റ്റായി വരിക എന്ന് പറയുന്നത് അത്രയും പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യം തന്നെയല്ല. അതേപോലെ തന്നെ കുറേ പേര് നമ്മുടെ കൺസൾട്ടേഷൻ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും മെസ്സേജൊക്കെ ഇടുന്നുണ്ട്, കൺസൾട്ടേഷനെ കുറിച്ചൊക്കെ ചോദിച്ച് ഓഫീസിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ കറൻ്റിലി നമ്മുടെ അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. നമുക്കിപ്പോൾ കറൻ്റിലി പുതിയ അപ്പോയിൻമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നില്ല. അതിനുള്ള വെച്ചാൽ നമ്മൾ കൺസൾട്ടേഷൻ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം കൺസൾട്ടേഷൻ തീർന്നിട്ട് ഇനി പുതിയ പിടിച്ചിട്ട് വന്ന് ഞാൻ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു അപ്പോയിൻമെൻറ്റ്സ് എടുക്കുന്ന നമ്മുടെ കറൻ്റിലുള്ള അപ്പോയിൻമെൻറ്റ്സ് മൊത്തം തീർന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു പുതിയ അപ്പോയിൻമെൻറ്റ്സിലേക്ക് നമ്മൾ പോവുക. അതുമാത്രമല്ല നമ്മൾ ടീച്ചിങ് ഫീൽഡ്, അതായത് ജ്യോതിഷം പഠനം, അതുപോലെ തന്നെ പെൻഡുലം പഠിപ്പിക്കുക, ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് സ്റ്റുഡൻസിനെയും കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടി സിലബസ് റെഡിയാക്കുക, കുറച്ച് കാര്യങ്ങൾ ഡൗട്ട് വയ്ക്കുമ്പോൾ കെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള ടൈം കൂടി നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ കൂടുതലും എൻ്റെ ഫോക്കസ് ഞാൻ ടീച്ചിങ് ഫീൽഡിലേക്ക് കൊടുക്കാൻ ഒരു ഉദ്ദേശം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ടാണ് ഇനി മോർ ഫോക്കസ് ചെയ്യുക. സോ അത് കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോളം ഈ സെയിം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സ്മിതാമോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. സോ അമ്മയുടെ അപ്പോയിൻമെൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് എല്ലാം എടുക്കാം, ന്യൂമറോളജി വേണമെങ്കിൽ എടുക്കാം, ഫെൻഷോ വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ വിശദമായിട്ട് നമുക്ക് സ്പിരിച്വൽ ഫീൽഡിൽ തന്നെ വിവിധ തരത്തിലുള്ള പല തരത്തിലുള്ള
കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് തരത്തിലുള്ള നമുക്ക് എന്താണ് ആവശ്യം, നമുക്കിപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി താമസിക്കുമ്പോൾ നമുക്ക് വീട്ടിന് ചേർന്ന ഒരു പേരെടുക്കാനാണോ, അപ്പോൾ അങ്ങനെയുള്ള ന്യൂമറോളജി സംബന്ധമായിട്ട് എടുക്കാം. നീ പുതിയൊരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിന് ചേർന്ന പേര് അല്ലെങ്കിൽ നമ്മുടെ പേര് തന്നെ കറക്റ്റ് ചെയ്യാനാണ് ന്യൂമറോളജി നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻസ് ഒക്കെ അറിയണമെങ്കിൽ അമ്മയെ നമുക്ക് എന്ത് ചെയ്യാം, എനർജി ആസ്ട്രോളജി അല്ലെങ്കിൽ പെൻഡുലം ഡൗസിങ് അങ്ങനെയുള്ള, അല്ലെങ്കിൽ കുന്നുക്കുരു ആസ്ട്രോളജി അങ്ങനെയുള്ള നമുക്ക് ആസ്ട്രോളജി മെത്തേഡുകൾ നമുക്ക് എന്ത് ചെയ്യാം അതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്താണ് വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് എന്താ അപ്പോയിൻമെൻറ്റ്സ് എടുക്കാവുന്നതാണ് കേട്ടോ. ഓഫീസ് നമ്പറാണിത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാവിലെ ഒരു 10 മണി മുതൽ ഒരു 5 മണിക്കുള്ളിൽ വിളിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി അഥവാ ലേറ്റ് ആയാലും ഒരു 7:30-ക്കുള്ളിലായിട്ട് വിളിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ, അതായത് ജ്യോതിഷം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അതേപോലെ തന്നെ പെൻഡുലം ഡൗസും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമെങ്കിൽ വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും. മറ്റുള്ള കോഴ്സ് ന്യൂമറോളജി ഫെൻഷോ കോഴ്സുകളൊക്കെ അതിൻ്റെ സിലബസുകൾ റെഡി ആയിട്ട് നമുക്ക് എല്ലാ കോഴ്സുകൂടെ ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇറക്കാൻ സാധിക്കും. എല്ലാം പഠിപ്പിക്കുന്നത് ഇപ്പോൾ കറൻ്റ് ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സോ അതിൻ്റെ ടൈം നമുക്ക് കൃത്യമായിട്ടൊന്ന് പ്രോപ്പർ അലൈനായി വരേണ്ട ഒരു താമസമുണ്ട്. സോ ടൈമും കൂടി ഒന്ന് കറക്റ്റായി വന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റാക്കി എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പൂർത്തീകരിച്ചല്ലേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈം അനുസരിച്ച് നമ്മൾ ഓരോ റെഡിയാക്കുന്നുണ്ട്. സോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ചേരാൻ ജ്യോതിഷമൊക്കെ പഠിക്കണം ആഗ്രഹിക്കുന്നവർക്ക് 1 വർഷത്തെ കോഴ്സ് നമുക്ക് അടിസ്ഥാനവും 3 വർഷത്തെ കോഴ്സായിട്ട് തന്നെ പ്രൊഫഷണൽ ആസ്ട്രോളജി ആയിട്ട് പോകുന്നത്. നമ്മളതിൽ സംസ്കൃത കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ ഏറ്റവും ലഘൂകരിച്ച് അത് ലളിതമായി ഏതൊരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളം വായിക്കാനും പറയാനൊക്കെ അറിയുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ തന്നെ ഏറ്റവും ലളിതമായിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. എന്നാൽ സ്ഫുടങ്ങളൊക്കെ കാണാനൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. കാരണം സ്ഫുടങ്ങൾ കണ്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല. എന്നിരിക്കലും നമ്മൾ സ്ഫുടങ്ങളും കൂടി അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജർ ആകുമ്പം വേണ്ടതായതുകൊണ്ട് തന്നെ നമ്മൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ